ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു കിടിലൻ മീൻകറി ഉണ്ടാക്കാം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക്, വേപ്പില എന്നിവ ചേർക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സവാളയാണ്. ഇനി ഇത് നമുക്കെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ കറി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയുമാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം പെട്ടെന്ന്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അങ്ങനെ നമുക്ക് ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഞാൻ അടുത്തത് ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മല്ലിപ്പൊടി കറിക്ക് ചേർത്താൽ കറിക്കൊരു കൊഴുപ്പുണ്ടാകും. അതിനു വേണ്ടിയാണ് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തത്. മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. അപ്പോൾ ഏകദേശം മണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 കഷ്ണം കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളം. നിങ്ങൾക്ക് എന്തോരം ചാറ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്, 250 ml. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് മൂടി വെക്കാം. തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തിലോപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ഇതിൽ ചേർക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നന്നായി ചുറ്റിച്ച ശേഷം നമുക്കൊന്ന് ചട്ടിയൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നോക്കി നമ്മുടെ കറിയിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഞൊടിയിടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതിലേക്ക് അല്പം വേപ്പില കൂടി കീറിയിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വെച്ച ശേഷം ഒരു 1/2 മണിക്കൂറിന് ശേഷം ഉപയോഗിച്ചാൽ